പ്രോജക്ട് ഫ്രീഡം എന്ന് പറയുന്ന യുഎസിന്റെ ഓപ്പറേഷൻ അത് നേരത്തെ തന്നെ അനൗൺസ് ചെയ്ത ഒരു കാര്യമാണ്. യുഎസ് സെൻട്രൽ കമാൻഡാണ് ഇത്തരമൊരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ട്രംപ് പിന്നീട് ഇത് തള്ളിക്കളയുകയായിരുന്നു. ഹോർമുസിൽ അത്തരമൊരു സാഹചര്യമില്ല, അതുകൊണ്ട് തന്നെ ഇറാന്റെ നാവികശേഷിയും അതുപോലെ തന്നെ അവരുടെ സൈനിക കപ്പാസിറ്റി എല്ലാം പൂർണ്ണമായി ഇല്ലാതായി, അതുകൊണ്ട് ഇത്തരമൊരു ഓപ്പറേഷൻ ഇപ്പോൾ നടത്തേണ്ട സാഹചര്യമില്ല എന്ന് ട്രംപ് പിന്നീട് പറയുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്ക പ്രോജക്ട് ഫ്രീഡം നടപ്പിലാക്കാൻ ആണ് ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ട്രംപ് തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചത്. ഇത് ഒരു ഷോർട്ട് ടേം ആയിട്ടാണ് അമേരിക്ക നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദീർഘകാലം ഇത് നടപ്പിലാക്കേണ്ടി വരില്ല. ഒരു കുറഞ്ഞ കാലത്തേക്ക്, അതായത് ഇറാനുമായിട്ടൊരു ഡീൽ ഉണ്ടാകുന്നത് വരെ കപ്പലുകളെ സുരക്ഷിതമായി ഹോർമുസ് കടക്കാൻ അനുവദിക്കുന്ന ഒരു ഉപാധി, അത് അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഈ പ്രോജക്ട് ഫ്രീഡം നടപ്പിലാക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യു എസ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് നമുക്ക് കാണാനാകും. കഴിഞ്ഞ ദിവസം 3 US കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ യാതൊരു പ്രകോപനവുമില്ലാതെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയത്. ഇറാന്റെ ചെറു ബോട്ടുകളും അതുപോലെ മിസൈൽ ലോഞ്ചറുകളും ഉപയോഗിച്ചാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. അതിനു പിന്നാലെ ഇറാന്റെ 2 ചരക്ക് കപ്പലുകൾക്ക് നേരെ US പ്രത്യാക്രമണം നടത്തി. US സെൻട്രൽ കമാൻഡ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടു. മാത്രമല്ല ഇറാനുള്ളിലെ ചില സൈനിക കേന്ദ്രങ്ങളിലേക്കും US ആക്രമണം നടത്തിയിട്ടുണ്ട്. ഖാർ ദ്വീപ് ഇറാനിലുള്ള ഏറ്റവും വലിയ ഓയിൽ ഫെസിലിറ്റിയാണ്. ഇവിടേക്കും ആക്രമണം നടന്നിരുന്നു. ഇവിടെ ഇപ്പോൾ ആക്രമണം നടന്നതിന് പിന്നാലെ ഇവിടെ എണ്ണച്ചോർച്ച നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇത് എത്രമാത്രമാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അല്ലെങ്കിൽ ഇത് കടൽ ജലത്തെ മലിനമാക്കുന്ന തരത്തിൽ ഇത് കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. എങ്കിലും ഈ ദ്വീപിൻ്റെ ചുറ്റും എണ്ണ തളം കെട്ടി നിൽക്കുന്നത് പോലെയുള്ള ചില അടയാളങ്ങൾ അത് പുറത്തു വന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ തീർച്ചയായിട്ടുമുണ്ട്. ഇപ്പോൾ നടന്നിട്ടുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെ US ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇറാൻ ഒരു കരാറിന് വേണ്ടി സമ്മതിക്കുമെന്ന് തന്നെയാണ്. എന്തായാലും US മുന്നോട്ട് വെച്ച സമാധാന നീക്കങ്ങളിലുള്ള ഇറാന്റെ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് തന്നെ ഇറാൻ ഒരു പ്രതികരണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് ട്രംപും അതുപോലെ USന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോയും പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി പറയുന്നത് ഒരു സമാധാന കരാർ ഉണ്ടാക്കാനുള്ള എല്ലാ ഒരു നയപരമായിട്ടുള്ള നീക്കങ്ങളും മുന്നിൽ നിൽക്കുമ്പോൾ US അനാവശ്യമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ നടത്തുന്നതായിട്ടാണ് അബ്ബാസ് അരക്ചി പറയുന്നത്.